നമുക്ക് ഇനി എങ്ങനെ കാറിന്റെ റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഞാനും ഗ്ലാഡ്സനും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 2023 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്ത് നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമേ ലൈസൻസ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ അത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എന്നോടൊപ്പം എൻ്റെ ബ്രദറുണ്ട്, ഗ്ലാഡ്സൺ ഉണ്ട്. അദ്ദേഹം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്, ഒപ്പം തന്നെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്, സാറാണ്. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഇനി എങ്ങനെ കാറിന്റെ റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഞാനും ഗ്ലാഡ്സനും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അതല്ലേ സാധാരണ ചെയ്യാറ്. അല്ലാതെ പല ആൾക്കാരും സീറ്റ് ബെൽറ്റ് ഇടുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് ചെയ്യാതെ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സീറ്റ് ബെൽറ്റ് ഇടാവുള്ളൂ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ പൊക്കം കൂടിയ ആൾക്കാർ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ വാഹനത്തിൽ കയറും. അപ്പം സീറ്റ് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ വാഹനത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, ഇപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു, പ്രോപ്പറായിട്ട് ചേർത്ത് സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഓക്കെ, ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ വാഹനം ഇവിടുന്ന് മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് 2 സിഗ്നലുകൾ കാണിക്കണം. 2 സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സിഗ്നലാണ്. അതായത് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനത്തെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാനായിട്ടുള്ള ഇൻഡിക്കേറ്റർ സിഗ്നൽ, അതൊപ്പം തന്നെ ഹാൻഡ് സിഗ്നലും കൂടെ നിങ്ങൾ കാണിക്കണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാല് പ്രോപ്പറായിട്ട് ബ്രേക്ക് പെഡലിലേക്ക് ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കുന്നു, ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതേ സൈഡിലെ ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്, താഴോട്ട് താഴ്ത്തിയിടുകയാണ്. എന്നിട്ട് നമ്മൾ വാഹനം ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോവുകയാണ്. അതിന് റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ആദ്യം ഇടുക. ഓക്കെ, ഒപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു. നിങ്ങൾ നോക്കുക, കൈ ഇത്തരത്തിൽ വെച്ച് ഉള്ള ഒരു സിഗ്നലാണ് നിങ്ങൾ കാണിക്കുന്നത്. അതായത് കൈയുടെ വെള്ള റോഡിന് വെളിയിലേക്ക് ഇത്തരത്തിൽ വരുന്ന രീതിയിൽ കൈ കാണിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ, കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ചേർത്ത് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് പതിയെ വാഹനം നിങ്ങൾ എടുക്കുക. ഇത് ക്ലച്ച് നയിച്ച് പതിയെ നമ്മൾ വാഹനം റോഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരാറുണ്ട്, അല്ലേ? സാധാരണ നീ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടല്ലോ. പലപ്പോഴും വാഹനം എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടും, കൈ കാണിക്കുന്ന സമയത്ത് കൈ കറക്റ്റ് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്, അത് നേരെ തിരിച്ച് കാണിക്കും. അപ്പോൾ അതൊന്നും ചെയ്യരുത്. പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ സിഗ്നൽ കാണിച്ച് നിങ്ങൾ വാഹനം എടുക്കുക. ഇനി എടുത്താൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് നോക്കണം. പലരും ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് റോഡിൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തത് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കുക, സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി റോഡ് അത്യാവശ്യം നിരപ്പാണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്, സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സും കൂടെ നൽകിയിട്ട് തേടിടുക. തേടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വളവിലോ തിരിവിലോ ഒന്നും പോയി തേടിടരുത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, മുന്നിലായിട്ട് ഇവിടെ ഒരു വളവുണ്ട്. ഇവിടെ നമ്മൾ സെക്കൻഡ് ഗിയർ തന്നെയാണ് നല്ലത്, കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നൊന്നും നമുക്ക് കാണത്തില്ല. അപ്പോൾ സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. അതിന് ജസ്റ്റ് ഒരു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക,
ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് സിമ്പിൾ ആയിട്ട് ഇടുക. കണ്ടോ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് നാലാമത്തെ ഗിയർ ഇടാനായിട്ടുള്ള ഒരു പ്ലേസ് വന്നാൽ മാത്രമേ നാലാമത്തെ ഗിയർ ഇടാവുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾ നോക്കുക, അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് വന്നു. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും 4 ഗിയർ നിങ്ങൾ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് അവർ നോക്കും. അതായത് ഇപ്പോൾ ഫോർത്തിൽ പോകുന്നു, ഫോർത്തിൽ പോകുന്ന സമയത്ത് ഇത് ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം വരികയാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഫോർത്തിൽ നിന്ന് നമ്മളിത് കുറച്ച് നേരത്തെ തന്നെ ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് ഇപ്പം നമ്മളുടെ വാഹനം ഈ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇനി ഇങ്ങനെ കയറുന്ന സമയത്ത് വണ്ടിക്ക് മടുപ്പ് വരുന്നുണ്ടെന്ന് തോന്നാൻ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ലെഫ്റ്റ് സൈഡ് ചേർത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടും വാഹനത്തിൽ വരുന്ന MVA ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം റോഡിൽ ഓടിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി വാഹനം നിർത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം എപ്പോഴാണോ നമുക്ക് ലഭിക്കുന്നത്, ആ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വളവിലോ ജംഗ്ഷനിലോ ഒന്നും കൊണ്ടുപോയി വാഹനം നിർത്തരുത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ മാത്രം നിങ്ങൾ വാഹനം നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം വാഹനം നിർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? വാഹനം നിർത്താൻ പറയുമ്പോൾ ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഓർക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം നമ്മൾ വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുക ഒരു ഫോർത്തിലോ തേർഡിലോ ഒക്കെ ആണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ ആക്കി സൈഡ് ഒതുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി സൈഡ് ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സിഗ്നൽ കാണിക്കണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ലോ ഡൗൺ സിഗ്നലാണ്. അതിനുശേഷം വണ്ടി ഒതുക്കുന്ന സമയത്ത് സ്റ്റോപ്പ് കാണിച്ച് നിർത്തണം. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി ഒതുക്കാനായിട്ടുള്ള ഒരു തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം നമ്മൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. സിഗ്നൽ കാണിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിലേക്ക് കൈ ഇടാനായിട്ട് പാടില്ല. വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൈ ഇത്തരത്തിൽ നിവർത്തി 1, 2, 3 തവണ ഇങ്ങനെ കാണിക്കുക. ഇപ്പോൾ ഇത് സ്ലോ കാണിക്കുന്ന സിഗ്നലാണ്. എന്നിട്ട് നമ്മൾ വണ്ടി പതിയെ സൈഡിലേക്ക് ഗിയർ ഡൗൺ ചെയ്ത് നമ്മളിത് വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ വാഹനം പതിയെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുക. നിങ്ങൾ നോക്കുക, സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ കാണിക്കുന്ന സിഗ്നലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതിനെ നിങ്ങൾ നിരന്തരമായിട്ട് വാഹനം എല്ലാ ദിവസവും ഓടിക്കുന്ന സമയത്ത് ഈ സിഗ്നലുകൾ ഇട്ട് ഓടിക്കുക. ഈ സിഗ്നലുകൾ കാണിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നു. സാധാരണ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് സിഗ്നൽ കാണിക്കുമ്പോൾ ബിഗിനേഴ്സിന് സ്റ്റിയറിംഗ് കൺട്രോൾ പോകും. സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറിന് ഒരിക്കലും നഷ്ടമാകത്തില്ല. അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളാണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോളും ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് ലഭിക്കണം, അല്ലേ? അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഹാൻഡ് സിഗ്നലുകൾ, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സിഗ്നലുകളുണ്ട്. പിന്നെ നമ്മളുടെ വാഹനം വലത്തേക്ക് തിരിയാനായിട്ടുള്ള സിഗ്നലുകളുണ്ട്. ഇത് സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് കാണിക്കാറില്ല. അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിഗ്നലുകളെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഗ്ലാഡ്സൺ ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് പിള്ളേർക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്കൂളിലെ മാഷാണ്, സാറാണ് അദ്ദേഹം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, അല്ലേ? ഈ കാര്യങ്ങളല്ലേ? അതെ. അപ്പം എല്ലാവരും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.